ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോണ പോർട്രേറ്റ് ഫോട്ടോയാണ് ഇതിൻ്റെ. നമ്മളെപ്പോഴും വീഡിയോ ഫോട്ടോയിൽ എടുക്കാം, നമുക്ക് ആദ്യം പോർട്രേറ്റ് എടുക്കാം. ഇന്ന് ഞാൻ എടുക്കാൻ പോണ മനുഷ്യന്മാരെയല്ല ഗൈസ്, ദൈവങ്ങളെയാണ് എടുക്കാൻ പോണത്. ഇന്ന് ദൈവത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പം ഈ വീഡിയോയ്ക്ക് 100 കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവമുണ്ട് ഗൈസ്. മദർ ബോർഡ് കംപ്ലൈൻ്റ് ആയി. അപ്പം കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മോട്ടോ G84 5G കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വിവ മജന്ത, അതാണ് ഈ കളർ. ഈ കളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബാക്ക് വരുമ്പം എക്കോ ലെതർ ആണ് ഇതിന്റെ ബാക്ക് പറഞ്ഞത്. ബാക്കി പറഞ്ഞ 2 കളർ മാഷ്മെല്ലോ ബ്ലൂവും പിന്നെ വേറെ ഏതൊരു ബ്ലൂവും പറഞ്ഞത് അത് പ്ലാസ്റ്റിക് ആണ് പറഞ്ഞത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഗ്ലാസാണ്. അപ്പം കേസ് കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും ഇത് ഗ്രിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്ന കേസ് ഇതാണ്. അത് ഇതായിപ്പം 2 മാസം ആയിട്ടേ ഉള്ളൂ ഫോൺ വന്നിട്ട്. മഞ്ഞ കളറാവും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലിയർ കേസും മഞ്ഞ കളറാവും. സിലിക്കോൺ കേസാണ്. അപ്പം വെറുതെ നമ്മൾ ഫോണിലിട്ടാതെ തന്നെ വെയിലത്ത് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നാലും ചെറിയൊരു പിങ്ക് ഷെയ്ഡ് അതിനടിക്കണം, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഗൈസ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ വെയിറ്റ് നല്ല കുറവുണ്ട്. 168 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് പറഞ്ഞത്. അത് കൊള്ളാടെ. നമ്മൾ ഭയങ്കര റഫ്യൂസിനാണെങ്കിലും നമുക്ക് കയ്യിൽ വെച്ചിരിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ദിസ് ഈസ് നോട്ട് എ ക്യാമറ ഫോൺ. അപ്പോൾ അത് ആദ്യമേ പറയാം. ഓവറോൾ അല്ലാതെ യൂസിന് നിങ്ങൾക്ക് കോൾ ചെയ്യാനും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ കാണാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ സാധനം നൈസാണ്. പിന്നെ നമ്മുടെ മോട്ടോ എഡ്ജ് 50 നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പ്രോയിൻ്റെ, അതിലുള്ള ഹീറ്റിംഗ് പോലും ഇതിലില്ല. സ്നാപ്ഡ്രാഗന്റെ 695 എന്ന് പറഞ്ഞ പ്രൊസറാണ് ഇത് പറഞ്ഞത്. 6nm പ്രൊസറാണ് പറഞ്ഞത്. അതായിട്ട് പോലും ഇത് വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിലെ ഹീറ്റിംഗ് ആണ് ഉള്ളത്. അല്ലാതെ ബാക്കിൽ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല വലുതായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കാണാനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് പ്യുവർലെഡ് ഡിസ്പ്ലേ ഉണ്ട്. അതായത് LCD അല്ല LED അല്ല, ഇതിനിടയ്ക്ക് ഉള്ളൊരു സാധനം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ആ ഒരു ഡിസ്പ്ലേയും വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇത് പറഞ്ഞത്. 1 ബില്യൺ കളേഴ്സോട് കൂടി 1300 നിറ്റ്സ് വരുന്ന 405 ppi പറഞ്ഞ സാധനമാണ്. അതായത് ഇപ്പം നമ്മളിപ്പം യൂട്യൂബിൽ ബ്ലാക്ക് ഔട്ട് പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ കാണുമ്പോൾ ബ്ലാക്ക് ഔട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു 1300 നിറ്റ്സ് നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ്സിൽ നമുക്ക് വലിയ യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ബ്ലാക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം. നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ ആംബിയൻ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡറിലെ ബ്ലാക്ക് കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാവും. അപ്പൊ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ മോട്ടോയിൽ തന്നെ കുറെ ഫീച്ചർ ഉണ്ട്. അതിൽ അവര് വെറുതെ കൊടുത്തേക്കണാണോ എന്തിനു കൊടുത്തേക്കണാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ കാണിച്ചു തരാം. ഇതിൽ അവിടെ മോട്ടോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോട്ടോയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം ആ ഒരു സാധനങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഡിസ്പ്ലേയിൽ അറ്റൻറ്റീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഈ അറ്റൻറ്റീവ് ഡിസ്പ്ലേയിൽ എനിക്ക് അത് ഓണാക്കിയിട്ട് നമ്മൾ ഫേസിന്റെ അടുത്ത് വരുമ്പം ബ്രൈറ്റ്നസ് കൂടുകയും നമ്മൾ ഫേസ് മാറ്റുന്ന സമയത്ത് ബ്രൈറ്റ്നസ് കുറയുകയും ചെയ്യുമെന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ മറ്റേ ലൈറ്റ്, അതായത് നമുക്ക് സ്ക്രീൻ ഡിസ്പ്ലേയിൽ അടിക്കുന്ന ലൈറ്റ് അനുസരിച്ച് നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ആക്കില്ല, അതുപോലെ നമ്മൾ ഫേസ് ഡിറ്റക്ട് ചെയ്താക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഓണാക്കിയിട്ടില്ലെന്നും അത് വർക്കാവുന്നില്ല. ഫേസ് അടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ബ്രൈറ്റ്നസ് കൂടണമെന്നില്ല. അത് ഒരു വേണ്ടാത്ത സാധനമായിട്ട് തോന്നി. പിന്നെ എനിക്ക് വേറൊന്നും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഡോൾബി അറ്റ്മോസ്. ഇതിന്റെ ഡോൾബി അറ്റ്മോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡോൾബി അറ്റ്മോസിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ ആണല്ലോ, ഇതുവഴി കേൾക്കുന്ന സ്പീക്കർ ഇപ്പൊ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതുവഴിയാണ് സ്പീക്കർ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ നിന്നും അതായത് പഴയ HTCയിലെ ഫോണൊക്കെ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ്. ഇവിടെ നിന്ന് ഒരു സ്പീക്കർ, ഇവിടെ നിന്നും നമുക്ക് ഔട്ട് കിട്ടും. നമ്മൾ ഇങ്ങനെ വെച്ചിരുന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഒരു 3D സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യും. അതെനിക്ക് ഫീൽ ചെയ്ത് ഇതിന്റെ വേറൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത്രയാണ് ഇതിന്റെ ആ മോട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഫീച്ചറിൽ എനിക്ക് തോന്നിയത്. പിന്നെ എൻ്റെ ഗഷർ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. പിന്നെ മോട്ടോ സെക്യൂരിറ്റിയെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഔട്ട് ദ ബോക്സ് Android 13 ആയിരുന്നു, അപ്ഡേഷൻ Android 14 ആയിട്ടുണ്ട്. ഇതിൽ ഉണ്ടായൊരു പ്രശ്നം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോണിന്റെ ലോക്ക് ഇപ്പൊ 1234 ആണ് ലോക്കെങ്കിലും ആ 1234 അടിച്ചിട്ട് ലോക്ക് ഓൺ ആയിട്ടില്ല. വെബിൽ കൂടെ നമ്മൾ കയറി റീസെറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് നമ്മളൊരു സെക്കൻഡറി ഇമെയിൽ ഐഡി നമ്മൾ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ആ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിന് വന്ന ഫോൾട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ക്യാമറ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഇതിലില്ല. അപ്പം ക്യാമറ ഫോൺ അല്ലടേ, 1080p 3060 നമുക്ക് ബാക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ബ്ലോഡ് വേസോ ആഡോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്ത് കൊള്ളാം. ഒരു ലോങ് ടൈം യൂസിന് നിങ്ങൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ അപ്ഡേഷൻ കിട്ടുന്ന ഒരു സാധനം എടുക്കുന്നതിലോട്ട് പോകാനാണ് ഞാൻ പറയുന്നത്. ക്യാമറ പറ്റി പറയാനാണെങ്കിൽ 1080p 60, ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും 1080p 30 ഉള്ളൂ. 16 MB ആണ് ഫ്രണ്ട് ക്യാമറ പറഞ്ഞത്. ബാക്ക് മെയിൻ ക്യാമറ 50 മെഗാ പിക്സലും സെക്കൻഡറി ക്യാമറ 8 മെഗാ പിക്സലാണ് പറഞ്ഞത്. അതായത് അൾട്രാ വൈഡ് സംഭവമൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പം ഫോട്ടോസ് എനിക്ക് സാംസങ് ഗാലക്സി F34 5G
ആ ഒരു ഡിവൈസ്, അതായത് 20 രൂപയ്ക്ക് താഴെ പറഞ്ഞ ആ ഒരു ഡിവൈസിൽ എടുക്കുന്ന അത്ര ക്വാളിറ്റി എനിക്ക് ഇതിൽ എടുത്തുള്ള ഫോട്ടോസ് ഫീൽ ചെയ്തില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ അതിലാണെങ്കിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര കിടിലോ എന്ന് പറയില്ല. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് കയറി നോക്കിയാൽ വീട്ടിൽ എല്ലാവരും ഉണ്ട്, അതായിരിക്കും ഇത്തിരി ബഹളമുള്ളത്. അപ്പം അതാണ് അതിന്റെ ഒരു ഇത്. നമുക്ക് ക്യാമറയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ സ്മൂത്ത് 120 ഹെർട്സിന്റെ ആ ഒരു സ്മൂത്ത് കാര്യങ്ങളൊക്കെ നൈസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഹാൻഡിൽ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ മോട്ടോ എഡ്ജ് 50 ആയിരുന്നെങ്കിൽ ഈ സമയത്തും ചൂടടിക്കുമായിരുന്നു. ഇപ്പൊ ഇതിന് ചൂടൊന്നുള്ള സാധനമല്ല, ഡിസ്പ്ലേയിലെ ചൂടില്ല, ഇവിടെ ചൂടില്ല. വെറുതെ വെച്ചോണ്ടിരുന്നിട്ട് നമുക്ക് അങ്ങനെ ചൂട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റേതിലാണെങ്കിൽ വെറുതെ വെച്ചോണ്ടിരുന്നിട്ടും ചൂടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിലൊരു പയ്യൻ കമന്റ് ഇട്ടിട്ടുണ്ട്, 10 ദിവസം ആയിട്ടേ ഉള്ളൂ എഡ്ജ് 50 Pro എടുത്തിട്ട് മദർ ബോർഡ് കംപ്ലൈന്റ് ആയി. അപ്പം കംപ്ലൈൻസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനും കംപ്ലൈൻസ് എനിക്ക് വേഷ പണി കിട്ടിയതാ അവിടെ ഇരിക്കൊണ്ട് പോകണം. അപ്പം സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോണ സമയത്ത് നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഒരൊറ്റ കാര്യമേ എനിക്ക് മോട്ടോയിൽ ഇഷ്ടപ്പെടാത്തുള്ളൂ, സർവീസ്. അപ്പം നിങ്ങൾ അത് നല്ലപോലെ നോക്കിയിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇത് 54 IP54 ആണ് ഇതിന്റെ വാട്ടർ ഡസ്റ്റ് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞത്. പ്രൂഫ് എന്നൊന്നും പറയാനില്ല. നിങ്ങൾ ഒരു കാരണവച്ചാലും വെള്ളത്തിൽ കൊണ്ട് മുക്കാനോ പിടിക്കാനോ പോകില്ല. മഴയത്ത് പോക്കറ്റിൽ ഫോൺ കിടന്നാൽ പോലും നിങ്ങൾ മഴ നനയാൻ പോകില്ല. കവർ വല്ലതും എടുത്തിട്ടിട്ട് വേണം ഈ സാധനം കൊണ്ട് നടക്കാനുള്ളത്. അപ്പം അത്രയൊക്കെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഇവിടെ. പിന്നെ മറ്റേ കുലുക്കുമ്പം ഫ്ലാഷ് കാര്യങ്ങൾ അതൊക്കെ എളുപ്പമുള്ള കാര്യം, കൊണ്ടുപോലെ മോട്ടോയിലുള്ള സാധനമാണ്. പിന്നെ ആ ഡോൾബി അറ്റ്മോസിന്റെ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അത് നൈസാണ്. പിന്നെ മോട്ടോയിലെ ലോഗോയിൽ ലോങ് പ്രസ് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മറ്റേ ഉഡായ്പ് പരിപാടി നടത്തുന്നവർക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ 33 വാട്ടിന്റെ ചാർജർ ഇൻ ബോക്സ് പറഞ്ഞുണ്ട്. പതുക്കെ സംസാരിക്കും. 33 വാട്ടിന്റെ പവർ നമ്മൾ അഡാപ്റ്റർ ഇതിന്റെ കൂടെ പറഞ്ഞുകൊണ്ട് മോട്ടോയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല ആൻഡ്രോയിഡ്. സാംസങ്ങിന്റെ F34 ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1100 എക്സ്ട്രാ നിങ്ങൾ എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇൻബോക്സ് തന്നെ അതെല്ലാം പറഞ്ഞുകൊണ്ട്. പിന്നെ ഇത് റഫ്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ലോ, ഇവിടെ സ്ക്രീൻ കാർഡൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. ഞാൻ മറ്റേ മോട്ടോയിലൂടെ വാങ്ങിച്ച 2 സ്ക്രീൻ കാർഡ് എക്സ്ട്രാ ഇരിപ്പുണ്ട്, അതെടുത്ത് ഒട്ടിക്കാനും. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തതിനെ ഷൂട്ടിക്കാന്ന് വിചാരിച്ചു. അപ്പം ഇപ്പൊ ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് ക്യാമറ സെൽഫി നോക്കട്ടെ. 3:4 ആസ്പെക്ട് റേഷ്യോയിൽ എടുത്തൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ 9:16 ഇപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കാം, അത് എടുത്തിട്ടുണ്ട്. നമുക്കിന് ഫുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും. മോട്ടോ എഡ്ജ് 50 നമ്മൾ ഫുൾ ആക്കുന്ന സമയത്ത് ക്യാമറ നല്ല ഷേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ ഷേക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞാൽ മോട്ടോ G84 5G ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 ആണ്, 9:16 ആണ്. എന്റെ സ്റ്റുഡിയോക്കകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. റിംഗ് ലൈറ്റ് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം ബാക്കിലുണ്ട്, ഒരെണ്ണം ഫ്രണ്ടിലുണ്ട്. ഇപ്പൊ ഞാൻ നമ്മളെ ഫ്രണ്ട് മെയിൻ ക്യാമറ നമ്മളല്ലാതെ യൂസ് ചെയ്യുന്ന ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നതാണ്. അതിൽ നോർമൽ കളറാണ്. അപ്പൊ ഇതാണ് ആ ഒരു കളർ വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, നമുക്ക് ഇത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഷട്ടർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന സമയത്ത്. സാംസങ്ങിന്റെ ഇപ്പോഴത്തെ ഫോണുകളിലും ഷട്ടർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാ കാര്യവും നോക്കണമല്ലോ, നോട്ടെ ക്യാമറ ഫോൺ, അത് എടുത്ത് പറയുകയാണ്. അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് നമുക്ക് എടുക്കാം. പോർട്രേറ്റ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഇത്രയും ലൈറ്റ് വെച്ചിട്ട് കൊടുക്കാം. വെളിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ലൈറ്റ് ഇല്ലാതെ എടുക്കാം കേട്ടോ. അതായത് ഇപ്പം ഒരു പോർട്രേറ്റ് എടുത്ത് നോ ഷട്ടർ ലാഗ്, പ്രോസസിംഗ് ലാഗ് ഒന്നുമില്ല. ഇത് അൾട്രാ വൈഡ് ഫ്രണ്ട് നമ്മൾ ആക്കിയിട്ട് ഒരു പോർട്രേറ്റ് എടുത്തതാണ്. നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമുക്ക് f1.2 3.2 അങ്ങനെയൊന്നുമില്ല. 1 2 3 4 5 6 അതായത് ബ്ലർ എഫക്റ്റ് നമുക്ക് കൂട്ടാൻ പറ്റും, അങ്ങനെയുള്ളൂ. എൻ്റെ സ്റ്റുഡിയോക്കകത്തിരുന്ന് ബ്ലർ എഫക്റ്റ് കൂട്ടിയിട്ട് ഇതാ ഒരു സെൽഫി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ആഡ് ചെയ്യാൻ സെൽഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്നു, അതൊരു കുറ്റമല്ല. അങ്ങനെ കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്നത് ഇഷ്ടമാണെന്നുള്ളവർക്ക് നല്ലതാണ്. ഇനി നമുക്ക് ബാക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ പുറത്ത് ഇറങ്ങിയിട്ട് നോക്കാം. പിന്നെ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിൽ 120 FPS 240 FPS അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വീഡിയോ എടുത്ത് നോക്കിയിട്ട് എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ മോഡിൽ പോകാം. വീഡിയോ മോഡിൽ പോകുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ 60 FPS 30 FPS സ്വിച്ച് ചെയ്യാൻ പറ്റും. 1080p മാത്രമാണ് ഉള്ളത്. നമുക്ക് 60 FPS തന്നെ ഇട്ടേക്കാം. നമുക്കത് ഫാസ്റ്റ് കാര്യങ്ങൾ നോക്കാം. ഫാസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ ഫോട്ടോസ്, പോർട്രേറ്റ്, പ്രോ, മോർ അതൊക്കെ കൊടുക്കുന്ന സമയത്ത് സാധനത്തിലോട്ട് സ്വിച്ച് ആയിട്ട് പോകണുണ്ട് പെട്ടെന്ന്. അത് ഓണായി വരാൻ ഉള്ള ഒരു ചെറിയ സമയം, അതൊന്നും നിങ്ങൾ കാര്യമാക്കേ വേണ്ട. അതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞ എല്ലാ ഫോണുകളിലും അങ്ങനെ തന്നെയാണ്. വീഡിയോ മോഡിൽ നമുക്ക് അൾട്രാ വൈഡ് ഷൂട്ട് ചെയ്യാൻ 60 FPS പറ്റില്ല, 30 FPS മാത്രമേ നമുക്ക് അൾട്രാ വൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെ നമ്മളൊരു ഒബ്ജക്റ്റ് ഡിറ്റക്റ്റിന്റെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ആയിട്ട് ഫോക്കസ് അതിൽ കൊടുക്കുന്ന ഒരു മോഡാണ്. അൾട്രാ വൈഡ് 1x നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ കാണിക്കാം. 30 FPS നമുക്ക് അൾട്രാ വൈഡ് കിട്ടുള്ളൂ. 60 FPS നമുക്ക് 1x, 30 FPS 1x കിട്ടും.
അതിനകത്ത് സെറ്റിംഗ്സ് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഫോട്ടോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ഹൈയിൽ ഇട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഷൂട്ട് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഓൺ ആക്കിയിട്ടാൽ ഇതിനെ AI പ്രവർത്തിക്കും. നമ്മളുടെ ഫോക്കസ് കാര്യങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ല പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓട്ടോ HDR നമുക്ക് ഓൺ ആക്കി ഇടാൻ പറ്റും. വാട്ടർ മാർക്ക് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാം. പിന്നെ ഗൂഗിൾ ലെൻസ് ഇപ്പോൾ എല്ലാ ഫോണിലും ഉള്ളവർ തന്നെ ആ സാധനമുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ സൂം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1x റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന എങ്ങനെയാണ് വോയിസ് നമ്മൾ എങ്ങനെ കേൾക്കുന്നു അതുപോലെ നമുക്ക് ഇതിനകത്ത് കിട്ടും. നമ്മളത് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൺ എവിടെ ഇരുന്നാലും, അതായത് നമ്മളിപ്പം ഫോണിൻ്റെ അടുത്ത ആളിരുന്ന് സംസാരിക്കുമ്പം എങ്ങനെയാണോ അങ്ങനെ, ഇപ്പൊ ഫോണിൻ്റെ അടുത്ത ആൾ നിന്നാലും ഇത് ഓൺ ആക്കിയാൽ അപ്പുറത്തെ വശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ വരും. അതാണ് ആ ഒരു മോഡ് എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യന്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യന്റ് വീഡിയോ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സെൽഫി മിറർ ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമ്മൾ എങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത് അതുപോലെ കിട്ടും. പിന്നെ ക്യാപ്ചർ മെത്തേഡ് ഉണ്ട്. നമ്മൾ കൈ കാണിച്ചെടുക്കാം, ചിരിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ടാപ്പ് എനിവേർ ടു ക്യാപ്ചർ എടുക്കുക. അതൊന്നും വേണ്ട, നമുക്ക് സാധാ ഇതിലെടുത്താൽ മതി. അങ്ങനത്തെ കാര്യങ്ങളാണുള്ളത്. പിന്നെ ക്യാപ്ചർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ അസിസ്റ്റന്റ് ലെവൽ അങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ ആ മോട്ടോ എഡ്ജ് 50 നമ്മൾ കണ്ട പോലെ തന്നെ കീപ്പ് ലാസ്റ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ വീഡിയോ മോഡിലാണ് കിടക്കണമെങ്കിൽ വീഡിയോ മോഡിൽ തന്നെ വരും, ഫോട്ടോ മോഡിലാണെങ്കിൽ ഫോട്ടോ മോഡിൽ വരും. അങ്ങനത്തെ കാര്യങ്ങളാണ്. സേവ് ലൊക്കേഷൻ കൊടുത്താൽ നമ്മൾ എവിടെ നിന്നാണോ ഫോട്ടോ എടുക്കുമ്പോൾ മൂന്നാർ പോയി ഫോട്ടോ എടുത്ത് നമുക്ക് ആ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് മൂന്നാർ ഫീൽ ചെയ്യും. ഈ ഫോട്ടോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്ന സമയത്ത് അത് എവിടെ നിന്ന് എടുത്തത്, ഏത് ടൈമിൽ എടുത്തത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം ഇൻഷുറൻസ് കമ്പനിയിലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യണവർ ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നിങ്ങൾ എപ്പോൾ ഫോട്ടോ എടുക്കുന്നു, എവിടെ നിന്ന് എടുക്കുന്നു, എങ്ങനെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. വാട്ടർ മാർക്കാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടായ്പ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതിനകത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ മോഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമുക്ക് 1:1. അതെന്തിനാണ് 1:1 എന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല. 3:4 ഉണ്ട്, 9:16 ഉണ്ട്, ഫുൾ ഉണ്ട്. അപ്പം 9:16 ഇപ്പോൾ എല്ലാവരും എടുക്കുന്നത്. പണ്ട് യൂട്യൂബ് ഇറങ്ങിയ സമയത്താണ് ഈ 3:4 ഒക്കെ ഉണ്ടായിരുന്നത് ഗൈസ്. പിന്നെ നമ്മൾ പോർട്രേറ്റ് മോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വേണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ബ്ലർ എഫക്റ്റ് 6:1 ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കത് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോകുമ്പോൾ പ്രോ ഉണ്ട്. പ്രോ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതാ ഇവിടെ കണ്ടോ, നമുക്ക് വൈറ്റ് ബാലൻസും ഫോക്കസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഫോട്ടോ എടുത്താലോ എത്രത്തോളം വരുമെന്ന് ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മോഡൽ പോകുന്ന സമയത്ത് നമുക്ക് സ്പോട്ട് കളർ ഉണ്ട്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇപ്പോൾ നമ്മളൊരു റോസാപ്പൂവിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ റോസാപ്പൂവിനെ നമ്മൾ റെഡ് പൂവിൽ ടാപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഹൈ ആക്കിയാൽ നമുക്ക് റെഡ് കുറച്ചുകൂടെ കയറ്റി നിർത്താൻ പറ്റും. അതായത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് രണ്ടാമത് നമ്മൾ ലൈറ്റ് റൂമിലൊക്കെ കയറ്റി എഡിറ്റ് ചെയ്യണത് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. സിമ്പിൾ കളേഴ്സ് കാര്യങ്ങൾ. പിന്നെ നൈറ്റ് വിഷന് പനോരമ കുഴപ്പമില്ല. അൾട്രാ വൈഡ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല. പിന്നെ അൾട്രാ രസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. 50 മെഗാ പിക്സലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും മെയിൻ ക്യാമറയിൽ. അതുപോലെ തന്നെ സ്കാൻ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാം. പിന്നെ ഡ്യുവൽ ക്യാപ്ചർ ഉണ്ട്, ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അത് രണ്ടും കൊള്ളാം കേട്ടോ. പിന്നെ ടൈം ലാപ്സ്, പിന്നെ സ്പോട്ട് കളർ വീഡിയോയിലും ഉണ്ട്. അപ്പോൾ അത്രയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും കൂടെ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കാൻ പോണ പോർട്രേറ്റ് ഫോട്ടോയാണ് ഇതിന്റെ. നമ്മളെപ്പോഴും വീഡിയോ ഫോട്ടോയിൽ എടുക്കണം. നമുക്ക് ആദ്യം പോർട്രേറ്റ് എടുക്കാം. ഇന്ന് ഞാൻ എടുക്കാൻ പോണ മനുഷ്യന്മാരെയല്ല ഗൈസ്, ദൈവങ്ങളെയാണ് എടുക്കാൻ പോണത്. ഇന്ന് ദൈവത്തിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പം ഈ വീഡിയോക്ക് 100 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവമുണ്ട് ഗൈസ്. അപ്പോഴും നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് വണ്ടിയിലൊരു ഫോട്ടോ എടുക്കാം. വണ്ടിയിലൊരു ഫോട്ടോ ഇതാ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ആ ഒരു ഫോട്ടോ എന്താ പ്രോസസ്സ് ആയിട്ടുണ്ട്. 1 സെക്കൻഡ് ലാഗ് പ്രോസസ്സിങ്ങിന്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞതന്നെ ഉള്ളൂ. ഇതാണ് നമുക്ക് സൂമിനെ നോക്കുന്ന സമയത്ത് പോർട്രേറ്റ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. വണ്ടിയിൽ ഈ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ ബൊക്കയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കത് മാറ്റിയതിനു ശേഷം നമുക്ക് നേരെ ദൈവങ്ങളടുത്തേക്ക് പോകാം ഗൈസ്. അപ്പുറത്ത് കുറേ പേര് ഇരിപ്പുണ്ട്. ഏതാണ് ഗൈസ്, നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലമാണ്. ഇവിടെ എന്താ പൂജയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. നമുക്ക് എന്തായാലും എടുക്കാം. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സഹിച്ച് വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ഇതാ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഇതിൽ ആഡാക്കി വയ്ക്കാം. ജസ്റ്റ് സൂമിനെ നോക്കുന്ന സമയത്ത് പോർട്രേറ്റ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ബ്ലൂവും റെഡും കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ ഒരു കാണിക്ക വഞ്ചിയുണ്ട്. ആ കാണിക്ക വഞ്ചി ഇവിടെ നമുക്കൊന്ന് പോർട്രേറ്റ് എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നു. നമ്മൾ ജസ്റ്റ് വയ്ക്കുന്നു. പോർട്രേറ്റ് അവിടെ ടാപ്പ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ബ്ലർ എഫക്റ്റ് ഫുൾ ഇട്ടിട്ട് നോക്കാമേ. ബ്ലർ എഫക്റ്റ് ഫുൾ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പോർട്രേറ്റ് എടുക്കാം. പോർട്രേറ്റ് എടുക്കുമ്പം അത്യാവശ്യം നല്ല പോർട്രേറ്റ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ എഡ്ജ് 50 നമുക്ക് എങ്ങനെയാണോ പോർട്രേറ്റ് കിട്ടിയത് അതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഫോണുകളൊക്കെ എടുക്കുന്ന ആൾക്കാർ ഈ പോർട്രേറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആൾക്കാരൊക്കെ നോർമൽ ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളൂ, പോർട്രേറ്റ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. ഞാൻ ഇത്രയും നാൾ നോക്കി വെച്ചിട്ട് ഇപ്പോൾ റിവ്യൂസിലാണെങ്കിൽ പോലും അങ്ങനെയൊന്നും കാണിക്കണം ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. ഒന്നും കൂടെ ഇവിടുത്തെ ഒരു ഇതും കൂടെ എടുത്തു തരാം. ഇങ്ങനെ വെച്ചിട്ട് അവിടെ കാണിക്കും ചില പാമ്പിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക.
ഫോട്ടോ എടുക്കുന്നു. നമ്മളിത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രോസസ്സാവാം. പോർട്രേറ്റ് പ്രോസസ്സാവാൻ ഇച്ചിരി സമയം എടുക്കും. ഇതാ അവിടെ നോക്കുന്ന സമയത്ത് പോർട്രേറ്റ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നൈസാണ് ഗൈസ്. അപ്പം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫുള്ളിലും അല്ലാതെ നമുക്ക് എത്ര വേണം എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നോർമൽ ഫോട്ടോസും നോർമൽ വീഡിയോസുമാണ് നോക്കാനുള്ളത്. നമുക്ക് നേരെ അതിലോട്ട് പോകാം. പവേഴ്സും കാര്യങ്ങളും നോക്കാം. നല്ല ചൂടുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ചൂട് നമുക്കറിയാമല്ലോ. നമുക്കപ്പോൾ ക്യാമറ ഇനി എടുക്കിയതിന് ശേഷം നമുക്കിതാ ഇവിടെ അൾട്രാ വൈഡിൽ ഈ ഒരു പൂവിൻ്റെ അൾട്രാ വൈഡ് ഒരു ഫോട്ടോ എടുക്കാം. ഇനിയും പിന്നെ ഫ്ലവേഴ്സ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. 9:16 ആണ് കേട്ടോ. അതൊരു ഫോട്ടോ എടുത്തു. ഇനി 1x ഒരു ഫോട്ടോ എടുക്കാം. ഇത് നമ്മുടെ 1x ആണ്. 1x ഒരു ഫോട്ടോ എടുത്തു 9:16. ഇനി നമുക്ക് മോറിൽ പോയതിനു ശേഷം അൾട്രാ രസ് ഉണ്ടല്ലോ, അൾട്രാ രസിനകത്ത് നമുക്ക് കയറിയതിനു ശേഷം അതായത് 50 മെഗാ പിക്സലിലൊരു സെയിം സാധനം തന്നെ ഫോട്ടോ എടുക്കാം. 50 മെഗാ പിക്സലിൽ നമുക്ക് ആസ്പെക്ട് റേഷ്യോ 4:3 ഉള്ളൂ. കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യണുണ്ട് കാണുമ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ. അത് പ്രോസസ്സായിട്ടുണ്ട്. പ്രോസസ്സായതിനു ശേഷം നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ ഫോട്ടോ ആഡ് ചെയ്തേക്കാം. ദെൻ നമുക്ക് എന്താ വേണ്ടത്, വീഡിയോ ആണ്. വീഡിയോയിലാണെങ്കിൽ നമുക്ക് 60 FPS സെയിം സാധനം ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോട്ടോ G84 5G റെക്കോർഡ് ചെയ്യുന്ന 1080p 60 FPS ആണ്. ആ ഒരു ഒഴുക്കം കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. സബ്ജക്റ്റ് ഫോക്കസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. സബ്ജക്റ്റ് ഫോക്കസ് ആവുന്നുണ്ട്. ക്ലോസ് പോകുമ്പോഴും നല്ലപോലെ ഫോക്കസ് ആവുന്നുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബൊക്കെ ആവുന്നുണ്ട് നല്ലപോലെ. ഈ സൗണ്ടും ഇതിനകത്ത് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മോട്ടോയുടെ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ആവണം നല്ലപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സബ്ജക്റ്റ് ഫോക്കസ് ആവണതും അത്യാവശ്യം കൊള്ളാം കേട്ടോ. അവിടെ ബാക്ക്ഗ്രൗണ്ട് പോകുമ്പം നമുക്ക് ആ സബ്ജക്റ്റ് ബ്ലറാവുന്നില്ല, ബൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സാധനം. ഇതാണ് ആ ഒരു ഇത്. പെട്ടെന്ന് നമ്മൾ ഫോക്കസ് മാറ്റി ഇവിടെ ഫോക്കസ് നമ്മൾ ടാപ്പ് ചെയ്തില്ല, ഓട്ടോ ഫോക്കസ് ആണ്. എന്നാലും ആ ഒരു സാധനം കിടിലമായിട്ട് റെക്കോർഡ് ആവണുണ്ട്. നല്ല സൺലൈറ്റ് ഉണ്ട്, അതും കൂടെ നിങ്ങൾ നോക്കിയേക്കണം. അവിടെ നിന്ന് ലീഫിൽ പോണ സമയത്താണെങ്കിലും ക്ലോസ് പോകുമ്പം ബാക്ക്ഗ്രൗണ്ട് ബൊക്കയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ആവണുണ്ട്. ഇപ്പോൾ 50 സെക്കൻഡോളം റെക്കോർഡ് ചെയ്ത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് 30 FPS കൂടെ നോക്കാം. അവിടെ നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് പോകുമ്പം കുഴപ്പമില്ല. ഇത്രയും ക്ലോസ് പോയിട്ടും വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കട്ട് ചെയ്യാം. ഷട്ടർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല, പ്രോസസ്സിങ് ലാഗ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് 30 FPS സെയിം സാധനം, അല്ലെങ്കിൽ നമ്മൾ 30 FPS അൾട്രാ വൈഡിൽ ഒരെണ്ണം റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അൾട്രാ വൈഡിൽ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണ അൾട്രാ വൈഡ് മോട്ടോ G84 5Gയുടെ വീഡിയോ. സൗണ്ട് ഇതിൽ നിന്നുള്ള മൈക്ക് തന്നെയാണ്. അതായത് ഫോക്കസ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അൾട്രാ വൈഡ് ഫോക്കസ് അത്ര പിടിക്കുന്നില്ല, അൾട്രാ വൈഡിൽ ഫോക്കസ് പിടിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഇതാണ്. കോൺട്രാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി കാണുന്നേക്കാളും കുറച്ചുകൂടെ പച്ച ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം ആവുന്നതെന്ന് അറിഞ്ഞില്ല. അതുപോലെ ഡിസ്പ്ലേയിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ഫോക്കസ് പിടിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇത്രയും ക്ലോസ് പോകുമ്പം ഫോക്കസ് പിടിക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഫോക്കസ്. നമ്മൾ ടാപ്പ് ചെയ്ത് സബ്ജക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്കവിടെ ഫോക്കസ് കിട്ടുന്നില്ല. അവിടെ നിന്ന് നമുക്ക് സൂം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അൾട്രാ വൈഡിൽ തന്നെ 0.9x വരെ സൂം ചെയ്യാം. ഇത് അൾട്രാ വൈഡ് 0.9x വരെ സൂം ചെയ്യാൻ പറ്റും. 1x എത്തിയിട്ടില്ല. അൾട്രാ വൈഡ് ക്യാമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് 1x നല്ലപോലെ ഇഷ്ടപ്പെട്ടേ. നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും 1x സൂമിങ്ങും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് സൂം ചെയ്ത് നമുക്ക് 6x വരെ പോകാൻ പറ്റും. സൂമിന് ഫുള്ള് ചെയ്യുമ്പോൾ ഒട്ടും ഭൗതിയില്ല, വെറും അലമ്പാണ്. നമുക്ക് സൂമിൻ്റെതും ആവശ്യമില്ല. ഇതൊന്നും ഒരു വീഡിയോ റെക്കോർഡിങ്ങിനോ ഫോട്ടോ എടുക്കാനോ വേണ്ടി മാത്രം എടുക്കേണ്ട സാധനമല്ല. എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് എനിക്ക് 1x ഫീൽ ചെയ്യണം കേട്ടോ. 1x പക്കാ സാധനം 1080p 60. ഇനി ഞാൻ വ്ലോഗ് കൂടെ എടുത്ത് കാണിച്ചു തരാം. 1x ക്യാമറയിലാണ്, 1080p 60 ആണ്. ഞാൻ കൈ നല്ല നീട്ടി വെച്ചിട്ടുണ്ട്. വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വ്ളോഗിങ്ങിന് വേണ്ടി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കും. എൻ്റെ ഫേസ് നിങ്ങൾ ഫോക്കസ് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഞാൻ എന്താണ്ട് ഇത്ര ക്ലോസ് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് ഫുട്ടേജ് ഇനിയേ നോക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കും. അതേസമയം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്കിനി അൾട്രാ വൈഡിലാണെങ്കിൽ 1080p 30 റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഇതാ 1080p 30 കൂടെ ഇട്ട് കാണിച്ചു തരാം. മൈക്ക് കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് മൈക്ക് തന്നെയാണ്. നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. ഞാൻ നോർമലി സംസാരിക്കും പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്വാളിറ്റി. നട്ട് വെയിലാണ്, വെയിൽ ഇതാ ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടെ നോക്കാം, 1080p 30 കൂടെ നോക്കാം. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1080p 30 അൾട്രാ വൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ അൾട്രാ വൈഡിൽ നിന്ന് 9x വരെ സൂം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കണ്ടുകൂടാ, ഞാൻ ബാക്ക് ക്യാമറയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും നമ്മൾ 1080p 30 അൾട്രാ വൈഡിൽ സംസാരിച്ചാൽ നമുക്ക് ഇത്രയും മതിയല്ലോ. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയാൽ 1080p 30 എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഷേക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റാറ്റിക് എടുക്കാൻ, അതായത് ഇങ്ങനെ വെച്ച് സംസാരിക്കാനൊക്കെ ആണെങ്കിൽ 1080p 30 അൾട്രാ വൈഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേസമയം നമ്മളിങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, ഇതാണ് ഗൈസ് നമ്മൾ മഞ്ഞപ്പൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ആ ഒരു 30 FPS നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് ആ ക്വാളിറ്റി. ഫ്രണ്ട് ക്യാമറയും കൂടെ ഞാൻ കാണിച്ചു തരാം. എപ്പോഴാണ് കണ്ട ഗൈസ് മുടിയൊക്കെ പറന്നിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം നട്ട വെയിൽ മുകളിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 FPS എന്ന് പറഞ്ഞത്. വലിയ നമുക്ക് കൈ നീട്ടി പിടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ മാക്സിമം കൈ നീട്ടി വയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ വ്ളോഗ് ചെയ്യുന്നത്. ഇൻ കേസ് ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ പോലും. ഫ്രണ്ട് ക്യാമറ ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യില്ല. ഞാനിപ്പോൾ ക്യാമറയിലാണ് നോക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിലാണ് നോക്കുന്നത്. ഓറഞ്ച് കളർ നേരത്തെ കണ്ട ആ ഇൻഡോറിനകത്ത് കണ്ട കളർ അല്ലല്ലോ ഇപ്പോഴും നിങ്ങൾക്കത് ഫീൽ ചെയ്യണമുണ്ടല്ലോ. അപ്പം മൈക്കും ഇൻബിൽട്ട് മൈക്ക് തന്നെയാണ്. ഇത് ഞാൻ മറ്റേതിൽ കണക്ട് ചെയ്തേക്കാണ്, ജസ്റ്റ് വെച്ചേക്കിടുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ നമുക്ക് ബാക്ക് ക്യാമറയിലാണെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് മൈക്ക് ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മോട്ടോയുടെ കുറച്ച് അഡ്വാൻസ് സാധനങ്ങളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ മൈക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാം. എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്യാം. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു മോട്ടോയെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ നട്ട് വെയിലായിട്ട് പോലും എനിക്ക് വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. നോർമലായിട്ടുള്ള ചൂടാണ് എനിക്ക് ഫോണിൽ ഫീൽ ചെയ്യണം. ഇത്രയും റെക്കോർഡ് ചെയ്തിട്ട് പോലും. ഇപ്പം ലൈറ്റ് മാറിയാണ് പെട്ടെന്ന് ഫ്രണ്ട് ക്യാമറയിൽ. അപ്പം അത്രയാണ്. നമ്മളെ എഡ്ജ് 50 ഈ സമയത്ത് തിളച്ച് മറിയുമായിരുന്നു. വലിയ ഹീറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതാണ് മോട്ടോയുടെ ആ ഒരു വീഡിയോ. നിങ്ങൾക്ക് മോട്ടോയുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ പറയണോ നമ്മളെ ഫോണിൽ പറയണോ? അപ്പം ഈ ഫോൺ കട്ട് ചെയ്തിട്ട് മറ്റേതിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മോട്ടോ G84 5G എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു നോർമൽ യൂസുള്ള ആളായിരിക്കണം. പിന്നെ 1080p 60 അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഹാങ് കാര്യങ്ങൾ അങ്ങനെ വലുതായിട്ടില്ല. നമ്മുടെ ക്യാമറയിൽ ഫുള്ള് ഇടുന്ന സമയത്ത് മോട്ടോ H50 വന്ന പോലത്തെ ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്ഡേഷൻ വന്ന് 2 മാസത്തിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാതെ. സർവീസ് സെൻറ്ററിൻ്റെ ആ ഒരു പ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവൈസ് ഒന്ന് സജസ്റ്റ് ചെയ്യാത്തത്. അങ്ങനെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതൊന്നുകൊണ്ട് മാത്രമേ എനിക്കൊരു വിഷയമുള്ളൂ. നിങ്ങളെങ്കിൽ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്തെന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങൾ ഓൺലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സർവീസ് സെൻറ്ററിൽ പോവേണ്ടി വരും. അപ്പോൾ ഉണ്ടാവണ മോശം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വിഷയമായിട്ട്. അല്ലാത്ത പക്ഷം ഫോൺ നൈസാണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൈക്കകത്ത് കേസ് ഇല്ലാതെ പോലും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഫ്രണ്ടിലൊക്കെ ഇത്രയും വെയിലായത് കൊണ്ടുള്ളൊരു ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇൻഡോർ വെച്ച് നമ്മൾ എടുത്തപ്പോഴൊന്നും ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാടെ. ഏതെങ്കിലും ഡിവൈസ് ഇനി അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് അതിൻ്റെ വീഡിയോസ് ചെയ്യാം. കൊള്ളാടെ. എനിക്ക് 1080p 60 നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ 1080p 60 1x മാത്രം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ സാധനം എടുക്കാം. പിന്നെ ഇതിൻ്റെ അൾട്രാ വൈഡ് നമ്മുടെ പനോരമ അതൊന്നും നിങ്ങൾ കാണണ്ടല്ലോ. അതിലൊന്നും വലിയ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പോവാം. പോളിയാ. അപ്പം ശരി ഗൈസ്, മോട്ടോ ബ്ലുപ്പടി.